mouth, you could save it. I'm the same dude that got his come up from the basement. 100 songs, 100 weeks, didn't change it. Experiments, development, intelligence. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അബ്ജോസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ പുറകെ കിടക്കുന്ന വണ്ടി ഹോണ്ട സിറ്റി ടൈപ്പ് 2. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന വണ്ടി ഞാൻ ഹോണ്ട സിറ്റി തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ വണ്ടിയാണ്. അപ്പോൾ ഇതൊരു ടൈപ്പ് 2 അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ പീസാക്കി സ്റ്റോക്ക് ലുക്കിൽ ചെറിയ മോഡിഫൈഡ് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് ഏത് പ്രായക്കാർക്കും ഏത് പ്രായക്കാർക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടിയാണ്. ഒരു മോഹവണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ ഈ ഒരു വാഹനം സ്റ്റോക്ക് ലുക്കിൽ തന്നെയാണ് നമ്മൾ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നത് സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ചെറിയ 2 ലൈറ്റ്, പിന്നെ പെയിന്റിംഗ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം മച്ചാമരെ, നിങ്ങൾക്ക് ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണുക. ഇന്റീരിയർ, എക്സ്റ്റീരിയർ, എൻജിൻ സൈഡ്, റണ്ണിങ് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ വാഹനം വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വാഹനം സെയിലായി പോയിരുന്നാൽ തന്നെ നമുക്ക് വിഷയമില്ല, അടുത്ത വണ്ടിയുണ്ട്. അതുപോലെ തന്നെ നല്ല കിടിലൻ വാഹനങ്ങൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ പരമാവധി ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോണ്ട സിറ്റി ടൈപ്പ് 2. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ക്ലീൻ പീസ്, ക്ലീൻ സ്പെക്ക് വാഹനമായിട്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട സിറ്റി ടൈപ്പ് 2. നല്ല രീതിയിൽ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സ്കേർട്ട് ആടിയിട്ടുണ്ട്. ഒരു പ്രത്യേക ബോഡി ഷേപ്പ്, നല്ല രീതിയിൽ നല്ലൊരു ബോഡി ഷേപ്പ് ഉള്ള ഒരു വാഹനമാണ് നമ്മുടെ ഈ ഒരു വാഹനം. അതുപോലെ തന്നെ മോഡിഫൈഡ് എന്ന് പറയുമ്പോൾ സ്കേർട്ട് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും പക്ക കണ്ടീഷൻ വണ്ടിയാണ്. അതുപോലെ തന്നെ സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2001 മോഡൽ വണ്ടിയാണ്. 4th ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. കിലോമീറ്റർ 98,000 കിലോമീറ്റർ, 1 ലക്ഷത്തിനടുത്ത് ഓടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഫുൾ വർക്ക് കാര്യങ്ങൾ, എഞ്ചിൻ പണി എല്ലാം കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ 1.3 പെട്രോൾ വാഹനമാണ്. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് പെയിൻറ്റിങ് തന്നെയാണ്. പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്യാനുണ്ട്, കണ്ടോ, ചെറിയ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാഷ് ചെയ്യാനുണ്ട്. വാഷും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പക്ക ക്വാളിറ്റിയുള്ള നല്ല കിടലൻ വണ്ടിയാണ്. പിന്നെ നമ്മൾ ഡീക്രോം കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇത് ബ്ലാക്ക് ആക്കി. പിന്നെ ഫുള്ള് പെയിൻറ്റിങ്, ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങൾ ചെയ്ത് ഈ ഒരു ഇത് ബ്ലാക്ക് ആക്കിയതാണ്. പിന്നെ ഹെഡ്ലൈറ്റ് ഇതൊരു ചെറിയൊരു മങ്ങലുണ്ട്. അപ്പോൾ ഇത് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ തന്നെ കിട്ടും. പിന്നെ സ്പെഷ്യലി ചെയ്ത ഈ ഒരു ലൈറ്റ് വർക്കിംഗ് ആക്കിയിട്ടില്ല, എന്നിരുന്നാലും കുഴപ്പമില്ല, കാണാൻ പ്രത്യേക ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ്. അതുപോലെ തന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ബോഡി ഷേപ്പ്, ഒരു 1.5 ബോഡി ഷേപ്പാണ് കേട്ടോ. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ ഈ ഒരു സ്പോയിലർ ഒറിജിനൽ VTEC സ്പോയിലർ, പ്രത്യേക ലുക്കിലുള്ള ഒരു സ്പോയിലറാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന് വന്നേക്കണത്. പിന്നെ KL7 വണ്ടിയാണ്. KL7 വാഹനങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. AF 1249 1234 എന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഫാൻസി കിടലി നമ്പർ ആയേനെ. പിന്നെ ഇവിടുത്തെ ബാഡ്ജ് കാര്യങ്ങളെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കളഞ്ഞപ്പോൾ ഒരു പ്രത്യേക ലുക്കായിട്ടുണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ടയർ ഇത്തിരി വീതി കൂടിയ ടയർ ഇട്ടിട്ടുണ്ട്. സ്റ്റോക്ക് ലുക്കിൽ വന്ന ടയറാണ്. അതുപോലെ തന്നെ പുത്തൻ ടയറാണ്, 4 പുത്തൻ ടയർ. വീൽ കപ്പ് ശരിക്കും നമ്മുടെ വീൽ കപ്പ്, അതായത് ഒറിജിനൽ കമ്പനി കൊടുക്കുന്ന ഒരു വീൽ കപ്പാണ്. അപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഏകദേശം അലോയിയുടെ ലുക്കിലൊക്കെ തോന്നും. പെട്രോൾ വാഹനമാണ്, 1.3. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ടൈലൈറ്റ് കാര്യങ്ങളെല്ലാം ആ ഒരു സ്റ്റോക്ക് ലുക്കിലുള്ള ടൈലൈറ്റ് കാര്യങ്ങളാണ്. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് സ്കേർട്ടിൻ്റെ കാര്യം. ബാക്ക് സ്കേർട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബാക്കിൽ നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ലുക്കാണ് വാഹനം. കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ബോഡി ഷേപ്പ് തോന്നിയേക്കുന്ന ഒരു വണ്ടി ഇതാണ് ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ ഇതും എനിക്ക് സ്പെഷ്യലി തോന്നിയായിരുന്നു. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റോക്ക് ലുക്കുള്ള ഇൻറ്റീരിയറാണ്. അപ്പോൾ ഞാനിത് സ്പെഷ്യലി വേറെ ഒന്നും ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ആ പഴയ അന്നത്തെ കാലത്തുള്ള സ്റ്റോക്ക് ലുക്കിലുള്ള ആ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെ, സീറ്റ് കവർ അടിക്കുകയോ മാറ്റമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ 5 പേർക്ക് ഈസി ആയിട്ടൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇത് ഉള്ളിലേക്ക് മടക്കി വെക്കാൻ പറ്റും. പക്ക ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടിയാണ്. അതുപോലെ തന്നെ സ്പീക്കർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, നല്ല സൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും പക്ക ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. ബാക്ക് സൈഡും ക്ലീനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ പവർ വിൻഡോസ് എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് സീറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം.
ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ആംറസ്റ്റ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം ഈ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഇൻറ്റീരിയർ, നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള ഒരു ഇൻറ്റീരിയറൊക്കെ തന്നെയാണ്. റൂഫ് ടോപ്പ് ക്ലീനാണ്, കുഴപ്പമില്ല. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ക ക്ലീനാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല്, അതുപോലെ തന്നെ സ്റ്റീരിയോ എല്ലാവരും ഒക്കെ പക്ക കണ്ടീഷനായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, 4 ഡോറ് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ബോണറ്റ് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ബോണറ്റ് തുറക്കേണ്ടത് ഇതാണ് ഫ്രണ്ടിൽ തന്നെ. ഇനിയിപ്പോൾ ജസ്റ്റ് ബോണറ്റും കൂടി എൻജിൻ ഭാഗം നിങ്ങൾക്ക് വേണ്ടി എൻജിനും കൂടി ഞാനൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നു ബാറ്ററിയുടെ കാര്യം. പുത്തൻ ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും വലിയ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വാഹനം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ നോക്കാട്ടോ. ഞാൻ വീഡിയോയിൽ പക്ക ക്ലിയർ ആയിട്ട് തന്നെ എല്ലാം കാണിക്കുന്നുണ്ട്. നല്ല ക്ലീൻ പീസായിട്ടുള്ള ഒരു വണ്ടിയിൽ നമ്മൾ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിക്കാണ്ട് എടുക്കാൻ വേണ്ട. ബാറ്ററി പുത്തൻ ബാറ്ററി, ഒരു മാസം ആയിട്ടുണ്ടാവില്ല ബാറ്ററി. വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സ്പെഷ്യലി എല്ലാം എടുത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ വാഹനം നമുക്ക് അറിയാമല്ലോ, നമ്മൾ എടുക്കണ വണ്ടികളെല്ലാം ചെക്കിങ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ചെയ്ത് വിടുകയുള്ളു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടയർ ഭാഗത്തേക്ക് വരാം. ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ടയറും പുത്തൻ ടയർ, 4 പുത്തൻ ടയറൊക്കെ തന്നെ ഇട്ടേക്കണേ. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് എന്താണ്, റൂഫ് ടോപ്പും അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ 1.3 പെട്രോൾ വാഹനം, 3rd 4th ഓണർഷിപ്പില ഒരു കിഡിലൻ എന്താ പറയുക, സ്പോയിലർ കാര്യങ്ങളും സ്കേർട്ട് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്താൽ നല്ലൊരു കിഡിലൻ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2 ആണ് കൊടുക്കാനുള്ള ഇന്നത്തെ ഒരു വാഹനം. അപ്പോൾ നമ്മുടെ ബോണറ്റ് അടഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ബോണറ്റ് അടഞ്ഞിട്ടില്ല, ജസ്റ്റ് കറക്റ്റായിട്ട് തന്നെ ഒന്നും കൂടി നടക്കട്ടെ. അപ്പോൾ ബോണറ്റ് ഓക്കെ, ബോണറ്റ് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ബോണറ്റ് അടഞ്ഞത്. അപ്പോൾ മച്ചാമാരെ 1.3 പെട്രോൾ വാഹനം, അപ്പോൾ പക്ക കണ്ടീഷൻ ക്വാളിറ്റിയിൽ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയും കൂടിയാണ് നമ്മുടെ ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ റണ്ണിങ് വീഡിയോ ഒന്ന് നോക്കിയിട്ട് മറ്റു വിവരത്തിലേക്ക് വരാം. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഹോണ്ട സിറ്റി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ആ സീറ്റ് ബെൽറ്റ് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ സ്പെഷ്യലി ഇത് എനിക്കറിയാം ഓടിക്കുമ്പോഴുള്ള കംഫോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന വണ്ടി തന്നെയാണ് ഹോണ്ട സിറ്റി. നമുക്ക് അറിയാമല്ലോ, സ്ഥിരം നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തേക്കുന്നതും ഹോണ്ട സിറ്റി ഒക്കെ തന്നെയാണ്. ഇപ്പോൾ AC ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ വീഡിയോയിൽ കയറി പിടിക്കുന്നുണ്ടാവും. എന്നിരുന്നാലും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ ഡ്രൈവിങ് കംഫോർട്ട് വളരെ പക്കയാണ്. ഇപ്പോൾ AC 4ലാണ് ഇട്ടേക്കണത്. നല്ല രീതിയിൽ തണുപ്പ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് 3ലേക്ക് ഇടുകയാണ്. പിന്നെ സൗണ്ട് ചിലപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയിലും കയറി പിടിക്കും സൗണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് AC ഞാൻ കുറച്ചത്. എന്നിരുന്നാലും അത്യാവശ്യം നല്ല കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ട് തന്നെ യാത്രാസുഖം ഉള്ളൊരു വണ്ടിയാണ് ഈ ഹോണ്ട സിറ്റി ടൈപ്പ് 2. ഇതിപ്പോൾ ഹോണ്ടയുടെ ഏത് വണ്ടി ആയിക്കോട്ടെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ കയ്യിൽ മുന്നേ ഓടിച്ചിരുന്ന വെച്ചാൽ ഹോണ്ട സിറ്റിയും അതുപോലെ തന്നെ ഹോണ്ട സിവിക്, ഹോണ്ട അക്കോർഡ്, ഈ ഒരു എല്ലാ വാഹനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഹോണ്ട വണ്ടിക്ക് പ്രത്യേക ഒരു രീതിയിലുള്ള ഒരു ബോഡി ഷേപ്പ്, അതുപോലെ തന്നെ യാത്രാസുഖം, ഇരിപ്പ്, കംഫോർട്ടിങ് ആണ്. അതാണ് ഹോണ്ട വണ്ടികളുടെ മെയിൻ പ്രത്യേകത. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മൂവിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂവിങ് കാര്യങ്ങൾ എല്ലാ ഒരു വണ്ടി തന്നെയാണ്. 1.3 ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൈലേജും കൂടി കിട്ടും കേട്ടോ വണ്ടിക്ക്. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നോർമലി ഉള്ള ഒരു സ്റ്റീരിയോ കാര്യങ്ങളാണ്. അത് നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കാണ്. കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കണത്. പിന്നെ ഇതൊക്കെ ഒരു ലോക്കൽ റോഡാണ്. നമ്മളിപ്പോൾ തന്നെ ഹൈവേയിലേക്ക് വലിയൊരു ഹൈവേയിലേക്ക് ഇറങ്ങുന്നുണ്ട്. വലിയ ഹൈവേ അല്ല, എന്തായാലും അത്യാവശ്യം നല്ലൊരു വലിയ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൂവിങ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലോൺ അവൈലബിൾ അല്ല. അപ്പോൾ 2010-11 താഴേക്കുള്ള വണ്ടികൾക്ക് ലോൺ കിട്ടൂല. ഇതൊക്കെ നമുക്ക് റെഡി ക്യാഷിന് എടുക്കാൻ പറ്റാവുന്ന വണ്ടികളാണ്. പിന്നെ ഇന്റീരിയർ ഭാഗം ഈ ഒരു ലുക്കിംഗ് ഒക്കെ തന്നെയാണ്. സ്റ്റോക്ക് ലുക്കുള്ള ഇന്റീരിയർ ആണ്. അതുകൊണ്ട് വേറെ സ്പെഷ്യൽ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇന്റീരിയർ ഔട്ട് സൈഡൊക്കെ. അതിപ്പോൾ ഒന്നും കൂടി നല്ലൊരു സൂപ്പർ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ 1.3 ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മൈലേജ് ഒരു 18 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു മൈലേജ് ഒക്കെ ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട് പെട്രോൾ വണ്ടി.
പിന്നെ അത്യാവശ്യം പവറും ഉണ്ട്. അപ്പോൾ നല്ലൊരു മൈലേജും പവറും കൂടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. പിന്നെ നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ താഴ്ന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡുമായി നല്ലോണം എന്താ പറയുക സമ്പർക്കത്തിലാണ് പോകുന്നത്. അപ്പോൾ വണ്ടി തെന്നി മാറാനോ മറിയാനോ ഉള്ള സാധ്യതയൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു വണ്ടിയുടെ ലുക്കിങ്, ഔട്ട് സൈഡിൽ നിന്നുള്ള ലുക്കിങ് നല്ല കിടിലനാണ്. പിന്നെ നല്ലോണം മോഡിഫൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഒരുപാട് കാര്യങ്ങൾ മോഡിഫൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല രീതിയിൽ നല്ലൊരു എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കുള്ളൂ, നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ റേറ്റിൻ്റെ വിവരത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി എല്ലാവരിലേക്കും ഒരു വാഹനം വേണ്ടവർക്ക് എന്ന് വെച്ചാൽ അതൊരു മോഹവണ്ടി ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ് ഇതുപോലത്തെ വാഹനങ്ങൾ. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം ഒരു വണ്ടി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ കാണാൻ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഹനം ഇഷ്ടപ്പെടുന്നവർക്ക് നേരെ വരിക, ഓടിച്ചു നോക്കുക, ചെക്ക് ചെയ്യുക. ഓൾറെഡി നമ്മൾ ചെക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു വണ്ടി തന്നെയാണ്. എന്നിരുന്നാലും അത്യാവശ്യം നിങ്ങളുടെ ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് വരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം ഇന്റീരിയർ, എക്സ്റ്റീരിയർ, എൻജിൻ സൈഡ്, റണ്ണിങ് നമ്മൾ അങ്ങനെ എല്ലാവരും കണ്ടു കഴിഞ്ഞ്. അപ്പോൾ ഇനി നമ്മുടെ വിലയിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഇതൊക്കെ ഫോളോ ചെയ്യുക കേട്ടോ. ഇൻസ്റ്റഗ്രാം മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് വരുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ സ്റ്റോറി ആയിട്ട് ഇൻസ്റ്റഗ്രാമിലായിരിക്കും ആദ്യം ഇടുന്നത്. അപ്പോൾ മച്ചാമാരെ, ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 2,15,000 രൂപയാണ്. അത് നമ്മുടെ ഷോപ്പ് റേറ്റ് ആണ്. അതിൽ നിന്ന് നല്ലൊരു നെഗോഷ്യബിൾ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഫൈനാൻസ് ഈ വാഹനത്തിന് കിട്ടില്ല. 2011 താഴേക്കുള്ള ഒറ്റ വണ്ടികൾക്കും നമ്മൾ ഫൈനാൻസ് കൊടുക്കുന്നതല്ല. അപ്പോൾ ഞങ്ങൾ കൊടുക്കാത്തതല്ല, അത് ഫൈനാൻസുകാരും ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു 2001 മോഡൽ 26 വരെ പേപ്പർ ഉണ്ട്. 4th ഓണർഷിപ്പിലാണ്. 98,000 കിലോമീറ്റർ ഓടിയേക്കണ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ചോദിക്കുന്നത് 2,15,000 ആണ്. അപ്പോൾ താല്പര്യമുള്ള മച്ചാമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്ത് ക്ലീൻ സ്പെക്കിലി യൂസ് ചെയ്യാവുന്ന നല്ല കിടിലൻ വണ്ടിയാണ്. നമ്മൾ എടുത്തിട്ട് സ്പെഷ്യലി കാര്യങ്ങൾ കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ കാര്യങ്ങളെല്ലാം 100% ഓക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എല്ലാവരിലേക്കും അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.